നമസ്കാരം ഗൈസ്. അപ്പം നമ്മൾ ഇന്നുള്ളത് അതിരപ്പള്ളിയാണ്. അതിരപ്പള്ളി വാട്ടർഫോൾസ് മഴക്കാലത്ത് എങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടി നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ വരെ പോയി നോക്കാം. അങ്ങനെ എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് വണ്ടി കുറച്ച് ദൂരെ പാർക്ക് ചെയ്ത് നമ്മൾ കുറച്ച് നടന്നു കേട്ടോ വെള്ളച്ചാട്ടം കാണാനായിട്ട്. അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വ്യൂ പോയിന്റ് കിട്ടും കേട്ടോ. ആ വ്യൂ പോയിന്റ് എന്നുള്ള വ്യൂ കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിന്റെ. എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ നിറം നല്ല ബ്രൗണിഷ് കളറായിരുന്നു കേട്ടോ. കുരങ്ങന്മാർ ഇവിടെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഗിംബലും ഫോണും ഉൾപ്പെടെ അവന്മാർ അടിച്ചുകൊണ്ടു. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നവർ കുറച്ച് ഫോണും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഫോണൊക്കെ അടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഫോൺ കിട്ടലുണ്ടാവില്ല. അങ്ങനെ നടക്കാനുള്ള മടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ട് അവിടെ നിന്ന് ഞാൻ പിന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടോ. അങ്ങനെ തിരിച്ചു പോകാൻ നോക്കിയാലോ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ ഞാൻ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ താഴത്തെ കാടൊന്ന് ശ്രദ്ധിച്ചേ. അവിടെ ഒരുപാട് മ്ലാവുകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല സൈസുള്ള മ്ലാവുകൾ. പക്ഷെ നമ്മൾ അവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിരപ്പള്ളി വിസിറ്റ് ചെയ്യുന്നവർ പരമാവധി മൺസൂൺ കാലത്ത് തന്നെ വിസിറ്റ് ചെയ്യാം കേട്ടോ. എന്നാലേ നമുക്ക് ഈ ഭംഗിയൊക്കെ കിട്ടുള്ളൂ. അല്ലാണ്ട് സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ല ഉണങ്ങിയ നായാഗ്ര കാണേണ്ടി വരും. മൺസൂൺ ആയതുകൊണ്ട് തന്നെ കാടിനൊക്കെ നല്ല പച്ചപ്പുണ്ടായിട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കണ്ട വേറൊരു കാഴ്ചയുണ്ട്. നിറച്ചും ചപ്പും ചവറും വേസ്റ്റുകളാട്ടോ. ഇതൊന്നും ഇടാണ്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ടിൽ ദെൻ ബൈ.